recording, they come back to their room and they will simply put that earphone and just go on typing. That is the system. But in our case, in our institution in Parliament, there are 30 vacancies of reporters, English reporters. Nobody is eligible because nobody is able to write 160. But even I have suggested that it is not there in even in Westminster, but still they are not reducing it. They say no, we cannot reduce it. So they are not able to get shorthand writers. At least we told them you just reduce it from 160 to 140. Even for that, people are not able. Okay. What is the speed right now? My speed may be around, now I am not writing shorthand, but when I passed 180 for a promotion. 73 ഞാൻ ജോയിൻ ചെയ്തു. 75 ലെവൽ പാസ്സായി. അതിനുശേഷം അവിടെ സ്റ്റാഫായി നിന്ന് കുറച്ച് നാൾ 81 മാർച്ച് വരെ നിന്നു. അതിനുശേഷം ഞാൻ ഡൽഹിക്ക് പോയി. അവിടെ 2 കമ്പനിയിൽ ചെയ്തു. ലാസ്റ്റ് BPL ഞാൻ 2000 റിട്ടയർ ആയതല്ല, അസുഖം കാരണം പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയില്ല. ഇപ്പം പിന്നെ 2 വർഷമായിട്ട് മാളയിൽ സിറ്റിയിലായി. 2 വർഷമായി. എൻ്റെ പേര് അന്നമ്മ വയസ്സില്. ഞാൻ ജെസ്സി ജാമലെല്ലാം ഒരേ ബാച്ചുകാരാണ്. ഞാൻ സർവീസ് 6 കഴിഞ്ഞിട്ട് കാരിക്കോടിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു 2 വർഷം. അതിന് പോയി. ഞാൻ അതിനുശേഷം കാരിക്കോടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ചെറുപുഴ തന്നെ കാരിക്കോടിൻ്റെ ഭവനുണ്ട്, അവിടെ വർക്ക് ചെയ്തു. ഇനി 2 വർഷം അടുത്തതിൻ്റെ പിന്നത്തെ മാർച്ചിൽ റിട്ടയർഡ് ആകും. 74 and 75. ഓക്കെ, അപ്പൊ ആദ്യം നിൽക്കുന്നവർ ഇപ്പോഴും നിൽക്കുന്നില്ല. അവരൊന്നും ഉടനെ വിട്ടുപോകുന്ന ലക്ഷണമില്ല. 77 ഒക്ടോബർ വരെ ഉണ്ടായിരുന്നു. ഞാൻ തുടങ്ങുന്ന സമയത്താണ് ഇവിടെ ചെറുപടി ഒരു വോളിബോൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് കുറച്ച് ദിവസം ഇതന്നെയാണ്. അപ്പൊ മാഷനോട് പറഞ്ഞു ഇതെല്ലാം അത് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുമ്പോഴാണ് ഇതെല്ലാം ഷോർട്ട് ഹാൻഡ്. പിന്നെ വേറെ ഒന്ന് പറയാണ്ട് പറയാൻ മാഷ് ഒരു ഉണ്ണി നീന്നും സ്റ്റുഡന്റ് ആണെന്ന് പറയാൻ പാടില്ല. അവിടുത്തെ ഇതെല്ലാം വിസിറ്ററിന്നല്ലാതെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് അതിൽ അധികാരം ഇല്ലാന്ന് പറയും. നല്ല പൊക്കം തടിയുണ്ടെങ്കിൽ ചില ഗുണങ്ങൾ ഉണ്ട്. ആ ഉഴപ്പ് എന്നില്ലതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഒന്ന് ഞാൻ പറയാൻ പക്ഷേ ഫസ്റ്റ് റഫീദ്, എൻ്റെ ഒരു പേര് റഫീദ് കൊണ്ടാണ് പറഞ്ഞത്. അപ്പോ എന്റെ മുതൽ ഒരു ഉഴപ്പനെ വരെ ഈ തരത്തിൽ മാഷാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അതിനെപ്പറ്റി ബാക്കി ഞാൻ പി കൃഷ്ണൻ. എന്താ ഇപ്പൊ പറയാ, മാഷെടുത്ത് പറഞ്ഞു ഈ പറഞ്ഞ പോലെ തന്നെ ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യാറുള്ളൂ. കാരണം അത് ഒരിക്കലും ഉഴപ്പുകൊണ്ടല്ല, എൻ്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ്. അതുകൊണ്ട് ഈ കപ്പ നടലും മറ്റേ ഇഞ്ചി നടലും ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും കർക്കിടക മാസം ആകുമ്പോൾ മാത്രമേ ഞാൻ വരാറുള്ളൂ. ഞാൻ ഉഴപ്പിന്റെ ഇതിൽ ഞാൻ പെടില്ല. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല, ഞാൻ ഉഴപ്പുകയില്ല. എല്ലാം തുറന്നു പറയുന്ന മനസ്സിന്റെ ഉടമയാണ്. അത് കഴിഞ്ഞ് ഒരു സമദർശിനി ഉണ്ടായിരുന്നു നമുക്ക്. അതിന് തിരുമേനിയൊക്കെ കൊണ്ട് നടന്ന് വിറ്റ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, അതിൽ കുറച്ച് ആൾക്കാർ പിന്നീട് വന്നതാണ്. പിന്നെ അങ്ങനെ വന്ന് ഒരു 5-6 വർഷം ഇവിടെ ഇങ്ങനെ പോക്കുവരവ് നടത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഗുജറാത്തിലേക്ക് പോയത്. അവിടെ ഒരു ചെറിയ കമ്പനിയിൽ ടൈപ്പിസ്റ്റായി ജോലി കിട്ടി. അവിടെ ഒരു ഫസ്റ്റിൽ കിട്ടി 250 രൂപ ശമ്പളം. അപ്പൊ 250 രൂപ ശമ്പളം കിട്ടിയെങ്കിലും ആ ഫസ്റ്റിൽ കിട്ടിയതിൽ എനിക്കൊരു അനുഭവം ഉണ്ടായത് എന്താന്ന് പറഞ്ഞാല് അവിടെ ഒരു അക്കൗണ്ട്സിന്റെ ഒരു ഹെഡ് ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു, ഒരു വലിയൊരു നമ്മുടെ ഫുൾ സ്കാപ്പ് ഒന്നുമല്ല, ഒരു ട്രിപ്പിൾ ഫുൾ സ്കാപ്പിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എന്നോട് പറഞ്ഞു ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക്. അപ്പൊ ശരിക്കും എനിക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഐ കനോട്ട് സേ, ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് യു ക്യാൻ ഗിവ് മീ അതർ. അപ്പൊ അത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ ഓടി ഡയറക്ടറെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു 2 മാസം കഴിയുമ്പോൾ ഞാൻ അവിടുന്ന് വിട്ട് വേറൊരു കമ്പനി പോയി. പിന്നീടാണ് ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ജോലി ചെയ്തു. അവിടെ ഒരു 6-7 വർഷം ജോലി ചെയ്തിട്ടാണ് മിൽമയിലേക്ക് വന്ന്. മിൽമ തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ഇവിടെ ഒക്കെ ജോലി ചെയ്തിട്ടാണ് പിന്നെ കണ്ണൂരിൽ നിന്ന് ഇപ്പൊ ഈ 2012 ഒക്ടോബറിലാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അതിൽ നല്ലൊരു സുവർണ്ണകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കലക്ടറായിട്ട് ഉണ്ടായിരുന്ന ഒരു PG ടെൻസിങ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇത് രോഗം വന്ന് മരിച്ച ഒരു സിഗ്വിൻകാരനാണ്. അങ്ങനെ ഒരു 2 കൊല്ലം ജോലി ചെയ്തത് എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ജോലി സംബന്ധമായി ഞാൻ ഇത് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഗുജറാത്തിൽ നമുക്ക് ഈ 5 ഡേ വീക്ക് ആയിരുന്നു, ശനി ഞായർ ലീവാ.
അപ്പൊ എനിക്ക് തോന്നി ഈ 2 days ഞാൻ വേസ്റ്റ് ആക്കി കളയണ്ടേ, ഇവിടെ ഒക്കെ നടന്നിട്ട് ഈ സമയം കളയണം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കേരളത്തിൽ എത്തണം, എന്നാൽ മാത്രമേ എൻ്റെ ഈ മണ്ണിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റെല്ലാത്തിനേക്കാൾ കൂടുതൽ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ വന്ന് ഞാൻ ഇത് തപ്പി ഇവിടെ കണ്ണൂരെത്തിയതിന് ശേഷം കുറച്ച് സ്ഥലമൊക്കെ ഇതിലൊക്കെ തെങ്ങും കവുങ്ങും അതുപോലെ തന്നെ കുരുമുളകും. ഇപ്പോഴും ഇവര് വിളിക്കുമ്പോഴൊക്കെ ഞാൻ പച്ചക്കറി നടുക അല്ലെങ്കിൽ കുരുമുളകിന് വള്ളി കെട്ടുകയോ കിടക്കുകയോ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കാർഷിക ഇതില് എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് മുഴുവൻ അതിലാണ്. ഞാൻ മുമ്പോട്ട് പോയി. ഇപ്പോ എൻ്റെ മകള് ഇപ്പോ ഇത് അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു മകളും ഒരു മകനും മാത്രമേ ഉള്ളൂ. മകൻ ഇപ്പോ പാലയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് ഭാര്യയും ഞാനും മാത്രമേ ഉള്ളൂ. കടന്നപ്പള്ളിയിലാണ് താമസം. ഞാൻ ദാമോദരൻ, MK ദാമോദരൻ. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ഞാൻ ഒരു BCA പ്രോഡക്റ്റ് അഭിമാനത്തോടു കൂടെ പറയാം. ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഹൈ സ്പീഡ്, ഷോർട്ട് ആൻഡ് ഹയർ, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഹയർ, ഈ 7 പരീക്ഷ ഗവൺമെന്റ് പരീക്ഷയും പാസ്സായിട്ട്. ഞാൻ രാധാകൃഷ്ണൻ. ഞാൻ 75 മുതൽ 78 വരെ ഇവിടെ പഠിച്ചിരുന്നു. അതിനുശേഷം ഗുജറാത്തിൽ പോയി. ഞാനും കൃഷ്ണനും ഒരുമിച്ചുണ്ടായിരുന്നു. ഓക്കെ, 20-25 വർഷത്തോളം ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. 20 വർഷം ഗവൺമെന്റിൽ ജോലി ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 10 വർഷമായിട്ട് മസ്കത്തിൽ ആദ്യം ഏൺസ്റ്റ് ആൻഡ് യങ് എന്ന് പറഞ്ഞൊരു ഓഡിറ്റിംഗ് ഫേമിൽ ജോലി ചെയ്തു. അതിനുശേഷം ഇപ്പം മെർസിഡസ് ബെൻസിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് വിജയൻ. I am 75 മുതൽ 78 വരെ ഞങ്ങൾക്ക് ബാച്ചിലേഴ്സ് ആണ്. ഞങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് ഇവിടെ ജോയിൻ ചെയ്തു മാഷ് കൂടെ. 77 we had some difference of opinion about Marsh, then we are the rebellions actually. We have been kicked out of the institute. You do only this typing, rest of the things you can do outside. I told him it's okay. We joined together some 5-6 people and we used to sit in the Vayanshala, this thing, and all these places we used to sit and practice shorthand. But we did out of 6 people, 4 people cleared lower examination at that time. But മാഷറിയില്ല, പക്ഷെ മാഷോട് പറയാതിരിക്കാൻ പറ്റില്ല. But it was a sheer determination because he told us to get out of the class. So we thought, we will somehow we'll see that we have cleared the exams. That was a sheer that he only taught us all these things, with how to survive. I have joined in Calico Chemicals in Mumbai in 1981. 4 years I worked there. 1985 I joined Indian Oil Corporation, and I am working as a stenographer. I worked at 94 to 2000 I was in as a personal secretary. Then I changed my field and I joined in aviation. I was doing aviation fueling, and 2002 I became the field officer of Ratnagiri sales area and different areas in Kolhapur, Ratnagiri and all this. I was roaming around. Then I came back to Mumbai in 2008, and from there now I am working as a manager in retail in Mumbai Division Office of Indian Oil Corporation. We are looking after all the petrol and diesel, all fertilizer, wheat, and എന്നെ അധികം പരിചയം കാണില്ല. ഞാൻ ചിറ്റായിക്കാൽ ബാച്ചിൽ 74 ഗംഗാരം മാഷാണ് ജോയിൻ ചെയ്യിപ്പിച്ചത്. നാരായണ മാഷ 2 ദിവസമൊക്കെ വരാറുണ്ട്. എല്ലാവരും നല്ല പരിചയമില്ല, മറ്റുള്ള ആൾക്കാരൊക്കെ. പിന്നെ ഞങ്ങൾ ആദ്യം ജോലി കിട്ടാൻ എങ്ങോട്ടൊക്കെയാ പോയത്? പറയാം. ഞാൻ 74 ജോയിൻ ചെയ്ത ശേഷം വിവേകാനന്ദ നളന്തിയായിട്ട് മാറി. മിസ്റ്റർ രാമചന്ദ്രൻ എടുത്തു. 10 വർഷത്തോളം ഞാൻ രാമചന്ദ്രൻ്റെ കൂടെ 83 വരെ ഉണ്ടായിരുന്നു. 84 ഞാൻ അഹമ്മദാബാദിൽ IIM ജോയിൻ ചെയ്തു. ഇപ്പോഴും IIM തന്നെ വർക്ക് ചെയ്യുന്നു. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നേ ഉള്ളൂ. ഇത് വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്ത വർഷം ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ സീനിയർ ബാച്ച് ആണെങ്കിൽ ഇപ്പം 2004 എൻ്റെ മകളുടെ മകൻ സാറിന് അണ്ടറിൽ നവോദയയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അവരിപ്പോൾ BTech പഠിക്കുന്നത്. അവിടുത്തെ ഒരു അലുമിനിയം ഡ്യൂട്ടി വന്നിട്ടുണ്ട്. അവിടെ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ. താങ്ക് യു. 3 ജനറേഷനെ പഠിപ്പിച്ച മാഷാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. എൻ്റെ പേര് ശങ്കരപിള്ള. ഞാൻ 74 തൊട്ട് 76 വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. മാഷ് നടത്തുന്ന ഒരു സമദർശിനി മാസികയൊക്കെ ആയിട്ട് ഈ കണ്ണൂർ ജില്ല മുഴുവൻ കൃഷ്ണനോടൊപ്പം ഉണ്ണികൃഷ്ണനൊപ്പം നമ്മൾ ചുറ്റി കറങ്ങിയിട്ട് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ നിന്ന് ഒന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തു. എന്തായാലും ബോംബെക്ക് വണ്ടി കയറാൻ. പക്ഷേ
ബോംബെക്ക് വണ്ടി കയറി അവിടെ നേരെ നമ്മൾ വെസ്റ്റേൺ ട്രെയിനിലേക്ക് കടന്ന് ഗുജറാത്തിലേക്ക് പോയി അഹമ്മദാബാദിലെത്തി. ഞാനും എൻ്റെ ഫ്രണ്ട് നാരായണനും ബരാണിയിൽ എത്തിയിട്ടില്ല, ബാങ്ക് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത നാരായണൻ. ഞങ്ങൾ രണ്ടുപേരും അഹമ്മദാബാദിലെത്തി. പല കമ്പനികളിലും കയറി ഇറങ്ങി ഞങ്ങൾ ജോലി കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, നാഷണൽ സിവിൽസ് കോർപ്പറേഷൻ അഹമ്മദാബാദ്, അത് കഴിഞ്ഞ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, അവിടെയെല്ലാം വർക്ക് ചെയ്ത് ഞാനും നാരായണനെല്ലാം ഒരേ ഓഫീസിൽ വർക്ക് ചെയ്തു. ആ സമയത്താണ് കൃഷ്ണൻ രാധാകൃഷ്ണനൊക്കെ നമ്മുടെ കൂടെ ഗുജറാത്തിൽ വരുന്നത്. അവിടുന്ന് ഭാഗ്യമോ ദുർഭാഗ്യമോ എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ മിസ്റ്റർ രാഘവൻ പറഞ്ഞ പോലെ ഞാൻ അതിനു മുമ്പ് ഒരു PSC ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ജൂനിയർ അക്കൗണ്ടന്റ് ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ കേരളത്തിൽ ജോയിൻ ചെയ്തു. കേരളത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ചെയ്ത മണ്ടത്തനാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഘവൻ പറഞ്ഞ പോലെ ഇവിടുത്തെ അവസ്ഥയെല്ലാം വളരെ മോശമാണ്. പക്ഷെ എന്നിരുന്നാലും പിന്നെ തിരിച്ച് വീണ്ടും പോകാൻ വീട്ടുകാർ സമ്മതിക്കില്ലാത്തതുകൊണ്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്തു. അവിടുന്ന് പിന്നെ പല പോസ്റ്റുകളിൽ UDSC, ജൂനിയർ സൂപ്രണ്ട്, ട്രഷറി ഓഫീസർ ഒക്കെ പല സ്റ്റേജിലും വർക്ക് ചെയ്ത് കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അപ്പം ഞാൻ സമയത്ത് ഞാനും മിസ്റ്റർ രാഘവനും ഞങ്ങൾ പല കാര്യങ്ങളുമായിട്ട് ഓഫീഷ്യലായിട്ട് ബന്ധപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ എന്ത് തന്നെയായാലും ഗുജറാത്തിലെ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് അതെനിക്ക് ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മാഷിന്റെ കൂടെ നല്ല ഒരു നിലയിൽ വർക്ക് ചെയ്ത് മാത്രമല്ല മാഷ് നമുക്ക് പകർത്തുന്ന ഊർജം അത് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ സർവീസ് ഉപയോഗിക്കാൻ കഴിഞ്ഞു. നല്ല നിലയിൽ റിട്ടയർ ചെയ്യാൻ കഴിഞ്ഞു. മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കളും നമുക്ക് നമ്മളെ പഠിപ്പിച്ച ആൾക്കാരും നമ്മുടെ നാട്ടുകാരും പല ആൾക്കാരും ഈ ട്രഷറി ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്യാനും മറ്റു പല കാര്യങ്ങൾക്കും ഇടപെടാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ധാരാളം മാസ്റ്ററിൽ നിന്ന് പറഞ്ഞു കിട്ടിയ ആ ഊർജമാണ് നമ്മളെ ഇത്രയും എത്തിച്ചത്. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് മേരി PK. ഞാൻ 74, 75, 76, 77 വരെയൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ടെസ്റ്റ് എഴുതിയിട്ട് ഞാൻ കൽക്കട്ടയ്ക്ക് പോയായിരുന്നു. അവിടെ ദി മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡിസ്പാച്ചിങ് സെഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഈ ടെസ്റ്റിന്റെ ഇന്റർവ്യൂവിന് വിളിക്കുകയും തിരിച്ചു വരികയും അങ്ങനെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, ഇപ്പോഴത്തെ കേരള ഗ്രാമീൺ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഡിസംബർ 2015 റിട്ടയർ ആണ്. സാറിൻ്റെ പിന്നെ ഒരു ശിഷ്യൻ എന്ന് പറയാം. പക്ഷേ ഞങ്ങളുടെ ഒരു നഷ്ടമായിരുന്നു സാറ് ചെറുപുഴയ്ക്ക് ഷിഫ്റ്റ് ചെയ്തത്. അത് നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. അതിനുശേഷം ഞാൻ 77 വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ജീവിതയാത്രയിൽ ഇങ്ങനെ യാത്ര തുടർന്ന് ബോംബെ, സൂറത്ത്, അഹമ്മദാബാദിലെത്തി. ഇപ്പോഴവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ സ്വകാര്യമായിട്ട് കൺസൾട്ടൻസി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്. അത് മാത്രമല്ല എൻ്റെ ജീവിത സഖി ഒരു VCIയുടെ പ്രൊഡക്റ്റാണ്. അവിടെ ദൂരദർശൻ അഹമ്മദാബാദിൽ വർക്ക് ചെയ്യുന്നു. ആളിവിടെ ഉണ്ടോ? ആ, ഉണ്ട്. രാഘവനും എൻ്റെ ഗുരുക്കന്മാരായിരുന്നു. ഞാൻ അവരെ ഈ സമയത്ത് ഓർക്കുന്നു. അത് മാത്രമല്ല, ഒരു ഗുരുവിൻ്റെ എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. 4 ജനറേഷൻസിനെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ. എനിക്ക് ഇന്ന് നാട്ടിലാരും അറിയില്ല. ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്ന എൻ്റെ അച്ഛൻ്റെ പേരിലായിരുന്നു. ഒരു ഗുരു എന്താണെന്നില്ല എനിക്ക് നന്നായിട്ട് അറിയാം. 76 മുതൽ 80 വരെ ഉണ്ടായിരുന്നു. 80 സെപ്റ്റംബറിൽ എനിക്ക് റെയിൽവേ മിനിസ്ട്രിയിൽ അപ്പോയിൻമെന്റ് കിട്ടി, ഗ്രേഡ് C സ്റ്റെനോഗ്രാഫറായിട്ട്. എന്നിട്ട് അവിടെ തന്നെ കണ്ടു. ഞാൻ കുറച്ചു കാലം സ്റ്റാഫായിട്ട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിപ്പോഴും റെയിൽവേ മിനിസ്ട്രി തന്നെയാണ് വർക്കുന്നത്. ഞാനിപ്പോൾ ഡയറക്ടർ ഫൈനാൻസ് റെയിൽവേ മിനിസ്ട്രി. നാരായണ സാറിനും ബാക്കി എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഗംഗാധരന്റെ ഒന്നിച്ച് തന്നെ 76 കയറി. ഈ പിന്നെ നമ്മുടെ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ഒരു ബാച്ച്, ബാക്കിയുള്ളതൊന്നും മോശമെന്നല്ലേ പറഞ്ഞത്, അങ്ങനെയല്ല. ഈ 4 ആളുടെ ഒരു ബാച്ചായിരുന്നു ഇത്. മാധവനൊക്കെ നേരത്തെ സ്ഥലം വിട്ടു. അപ്പോ ഈ K. ഗംഗാധരൻ, C. ഗംഗാധരൻ, N. ദാമോദരൻ, പിന്നെ ഒരു ജനാർദ്ദനൻ,
ആ ജനാർദ്ദനെ പിന്നെ എനിക്ക് കിട്ടുന്നില്ല എവിടെയാന്ന്. അവൻ പാടിച്ചാല് ചീർക്കാടാവാത്ത എവിടെയാണ്. അപ്പോ ഈ ബാച്ചിൽ ഞാൻ ഒരിക്കലും ചീത്ത വിളിച്ചിട്ടുണ്ടാവില്ല, ചീത്ത വിളിക്കൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം വെച്ചാല് അവരെല്ലാം പെർഫെക്റ്റ് ആണ്. 40, 20, 30 പേജാണ് 30 പേജ്. അപ്പൊ ഇവരെ കാണും എനിക്ക് പേടിയാണ്. അത് 76 എന്ന് പറയുമ്പോ ആ ജനുവരി തൊട്ട് ഡിസംബർ 31 ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അപ്പൊ എന്റെ പേര് മാധവൻ കെ. ഞാൻ 76 സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. 78 ജൂണിൽ ഞാൻ പട്ടാമ്പത്തിലേക്കാണ്. അപ്പൊ 26 വർഷം സർവീസ് ചെയ്തിട്ട് ആസ് എ സുബേദാർ ഞാൻ റിട്ടയർഡ് ആയി. അപ്പൊ ആ സമയത്ത് പറഞ്ഞാൽ സാറിന്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എനിക്ക് വളരെ ഉപകരിച്ചൊന്നുമില്ലാന്ന്. രാവിലെ വന്ന് ഒരു 10 മിനിറ്റ് ധ്യാനം, അതേമാതിരി കുറെ സ്ട്രിക്റ്റ് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒരുപാട് ഉപകരിച്ചു. പിന്നെ അതിനുശേഷം വന്നതിന് ശേഷം സാറിന് 1-2 പ്രാവശ്യം കണ്ടു. ബാക്കി എല്ലാവരും കണ്ടു പരിചയപ്പെട്ടു. സന്തോഷം, നന്ദി. അടുത്തതും ഒരു മാധവൻ തന്നെയാണ് സംസാരിക്കുന്നതിന് മുമ്പ്. ഇത് ഞാൻ ഈ വേദി ആദ്യമായിട്ട് എൻ്റെ ഗുരുനാഥനെ വണങ്ങുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. സാറ് നേരത്തെ പറഞ്ഞതിന് ചെറിയൊരു തിരുത്തലുണ്ട്. ഒരു ബാച്ചിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചിരുന്നു. ആ ബാച്ചിൽ എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എക്സെപ്റ്റ് മീ. ഞാൻ മാത്രമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് പഠിത്തം നിർത്തി പോകേണ്ടതായിട്ട് വന്നു. ആദ്യമായിട്ട് ഈ ബാച്ചിൽ നിന്ന് കൊഴിഞ്ഞുപോയ ഒരു വ്യക്തി ഞാനായിരുന്നു. അല്ല, കെ മാധവനായിരുന്നു.